നമ്മൾ തൃശ്ശൂർ കുന്നംകുളം റോഡ് ബോഗൺവില്ലയുടെ മാത്രം കടലാസിൻ്റെ മാത്രമുള്ള ഒരു നഴ്സറിയാണിത്. അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിച്ചത് എന്തിനാ വെച്ചാൽ 2 എണ്ണം നമ്മൾ നമ്മുടെ കോഴിക്കോട് മില്ലിക്ക് പടർത്തി വിട്ടു, 2 എണ്ണം മീൻകുളത്ത് മില്ലിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം അതുമേ ഇപ്പോൾ പടർന്ന് കയറിയിട്ടുണ്ട്, പൂക്കളുമായിട്ടുണ്ട് നിറച്ചിട്ടാ. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ നമ്മുടെ മതിലിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമ്മുടെ സനീഷ് ചെയ്തപ്പോൾ മണ്ണുത്തിന്ന് അവനാണ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നൊക്കെ. എവിടെ നിന്നറിയില്ല, പക്ഷെ അതിന് എന്തിതാ പൂ ഉണ്ടാവണില്ല. ഇനിയിപ്പോൾ നമ്മൾ പുല്ലിന് നനയ്ക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനും ഈ മീൻകുളത്തുമ്പോൾ കയറിയാലും വെള്ളം കിട്ടുന്നുണ്ട്, അതുമ്പോൾ പൂ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താ കാരണം എന്നറിയില്ല. എല്ലാത്തിനും ഒരുപോലെ തന്നെ വളം കൊടുക്കണതൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചപ്പം നമ്മളിപ്പോൾ ജഗ്ഗുവിന് ഈ മറ്റം ഇവിടെ ഷോർട്ട് ഫിലിമിൽ ഷൂട്ടിങ് നടക്കാവനെ അവിടെ കൊണ്ടുവന്നാക്കി തിരിച്ചു വരുമ്പോഴാണ് പോകുമ്പോൾ തന്നെ ഇത് കണ്ടുകൂട്ടാ. അപ്പോൾ അത് അന്ന് കഴിഞ്ഞ കൊല്ലം കണ്ടതിനേക്കാളും വേറെ ലെവലായിട്ടാണ് ഇവിടെ ഇരിക്കണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി, അപ്പോൾ ഇവിടെ ഇല്ലേ, ഇവർക്കും അറിയില്ലേ നമ്മൾ വരുന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ചേട്ടനും ചേച്ചിയും വന്നു, ഡയസ് ചേട്ടനും ചേച്ചിയുടെ പേര് പ്രിയ ചേച്ചി. അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ മഴയത്ത് വെള്ളം കയറിയത് ചട്ടികളൊക്കെ ഒലിച്ചു പോയിന്ന്. കുറച്ച് ചട്ടികൾ കിട്ടി, ബാക്കി കനത്ത നഷ്ടം സംഭവിച്ചു. ചട്ടികളിനേക്കാളും നമുക്ക് നഷ്ടം വന്നത് നമുക്കൊരു ആൻറ്റിക് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ജൂൺ ജൂലൈയിലെ ഒരു നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങൾ കവർ ചെയ്തു. നേപ്പാളും ഭൂട്ടാനും വേറെ. അങ്ങനെ ഒരു യാത്ര പോയി, 33 ദിവസം യാത്രയായിരുന്നു കാറിൽ ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ആന്ധ്രയിൽ ഗോൽക്കൊണ്ട ഫോർട്ടിലെത്തുമ്പോൾ അവരൊരു വലിയ ബോഗൻവില്ല മുറിക്കുക. അത് 75 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ബോഗൻവില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ അവരുടെ CCTVക്ക് എന്തോ മറവ് വന്നിട്ട് മുറിക്കുന്നതാ. ഞങ്ങൾ ചോദിച്ചു അതിൽ നിന്നൊരു പീസ് തരുമെന്ന്. അപ്പോൾ അവർ ഏകദേശം ആ കാണുന്ന തെങ്ങിൻ്റെ അത്രയും വണ്ണമുള്ള 2 പീസ് തന്നു. ആ 2 പീസ് ഇങ്ങോട്ട് അപ്പം തന്നെ ഞങ്ങൾ കൊറിയർ ചെയ്തു. അത് വന്ന് മുളച്ച് അതിൽ ഇലയും നന്നായിട്ട് പിടിച്ച സമയത്താണ് ഈ വെള്ളം പോയത്. ആ പീസ് ഒലിച്ചു പോയി, അതിനി കിട്ടില്ല. അതൊരു ഭയങ്കര സങ്കടം. അതെ 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 അത് ഒരു ഈ കിടക്കുന്ന തെങ്ങിൻ തടീനേക്കാളും കണ്ണുള്ള പീസുകളാ. പക്ഷെ വെള്ളത്തിലിങ്ങനെ പൊന്തില്ലേ, മരങ്ങൾ പൊന്തുമല്ലോ. അപ്പോൾ അത് ചെറിയ അത്രയല്ല, ഒരു 2 അടി 3 അടിന് മേലെ വന്നു തോന്നുന്നു. അങ്ങനെ വെള്ളമായിട്ട് അത് ഒലിച്ചു പോയി. അത് ഭയങ്കര സങ്കടമായി. അത് എന്താ പറയാ, അതിന് കിട്ടില്ലേ. ഇതിപ്പോ വേറൊരു ചെടി മേടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. പക്ഷെ അത്ര വർഷം പഴക്കമുള്ള ഒരു വട്ടം കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. അത് അല്ല, അത് മുറിച്ചല്ലോ, അത് ഫുള്ള് മുറിച്ചല്ലോ. അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഇതിന്റെ ബാക്കിലേക്ക് വന്നു. അന്ന് ഇവിടെയൊക്കെ വെറുതെ പറമ്പ് കാട് പിടിച്ച് കിടക്കായിരുന്നു. അവിടെയൊക്കെ നോക്കിയപ്പോ കണ്ട നോക്കിയേ, ഇവിടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോ ഇവർക്ക് എന്തൊക്കെയോ പ്രോജക്റ്റുകളൊക്കെ പ്ലാൻ ഉണ്ടെന്ന് പറയണു. എന്തോ എക്സിബിഷൻ നടത്തണം. അതെ, നമ്മളുടെ കയ്യിൽ ഇപ്പോ ഒരു 350ഓളം അല്ലെങ്കിൽ അത് കൂടുതൽ വെറൈറ്റികൾ നമുക്ക് വന്നു. 50 വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മളാകെ പച്ചയല്ല, വെള്ള, പിങ്ക്, ചന്ദന കളറ്, ചുമപ്പ്, അങ്ങനത്തെ കണ്ടിട്ടുള്ള വയലറ്റ്. അപ്പോൾ അതൊരു എക്സിബിഷൻ പോലെ, അതായത് ആളുകൾക്കേ ബൊഗൻവില്ല എന്ന് പറയുമ്പോൾ ആകെ ഈ പറഞ്ഞ കളർ മാത്രം ഓർമ്മയിലുള്ളൂ. പിന്നെ ചോദിക്കുന്നത് 350 കളറില്ലെന്നാ. 350 കളറല്ല, ആകെ നമുക്ക് സപ്തവർണ്ണങ്ങളാണ്, കൂടാണ്ട് ബ്ലാക്കും വൈറ്റും. അപ്പോൾ 9 സംഭവം നിൽക്കും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസാണ്. ഈ ബേസിക് കളേഴ്സിൻ്റെ കോമ്പിനേഷൻസാണ് ബാക്കിയുള്ള കളറുകൾ. നമ്മൾ 350 വെറൈറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് 350 കളറാണ്. പക്ഷെ അത് പ്രാക്ടിക്കലല്ല. ഇതിൻ്റെ ഫ്ലവറിങ്ങിൽ, ലീഫിൽ, അതിൻ്റെ ഓരോ സെഗ്മെൻറ്റിലും ഡിഫറൻസസ് ഉണ്ട്. അത് മ്യൂട്ടേഷൻ വരെ അവർ തയ്യാറാക്കുന്നവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ആളുകളെ അവെയർ ചെയ്യാം, അതാണ് മെയിൻ ഉദ്ദേശം. കാരണം 350 കളറും തരുമോ ചോദിക്കുമ്പോൾ നമ്മളവിടെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇത് എക്സിബിറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സിബിഷൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കളറല്ല, ഇത് ഓരോ വെറൈറ്റികളാണ്. ആ വെറൈറ്റികൾക്ക് ഇന്ന പ്രത്യേകതകളാണ് മനസ്സിലാവും. ഇവിടെ നല്ല വെയിലാണ്. ഇതാണ് ഞാൻ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സ്ഥലം. ഇതിലേക്ക് അവിടെ ഉള്ളൂ. ഈ ഗ്രാഫ്റ്റ് ആ മഴയിൽ വീണപ്പോൾ ഈ ഭാഗം പൊട്ടി. ഇവിടെ ഉണ്ടായിരുന്ന ബ്രാഞ്ച് മൊത്തം പൊട്ടി. ആ പൊട്ടിയ ബ്രാഞ്ച് ഞാൻ വേറെ സ്ഥലത്ത് കാണിച്ചു തരാം. ആ പൊട്ടിയ ബ്രാഞ്ച് ഇതാണ്.
അതിനിങ്ങനെയാക്കി. അതെ, ഇത് ഒരു വേരുമെന്ന് പറഞ്ഞു പോന്നതാ. അപ്പോൾ അവനെ സെപ്പറേറ്റ് ചെയ്ത് ഇതാക്കി. അതും വേരുമെന്നുള്ളതാ. വേരുമെന്നേ അടര. അതെ, ഇത് അതുപോലെ നാശമായപ്പോൾ അതിനെ മുറിച്ച് വേറെ സെറ്റ് ചെയ്ത് കയറ്റിയിട്ടുള്ളതാണ്. ഇവരൊക്കെയും അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ബോൺസായി ആക്കാണ്ടായ കാരണം ഇതാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു കളഞ്ഞ് കിട്ടിയ കുറച്ച് കളഞ്ഞ് കിട്ടിയല്ല, ഞങ്ങളിതുപോലെ ഒരു ഇതൊക്കെ റൂട്ടുമ്മ ഗ്രാഫ്റ്റ് ചെയ്തേക്കണ്ടാട്ടാ. ഇത് റൂട്ട് ഗ്രാഫ്റ്റാ, ഇത് റൂട്ട് ഗ്രാഫ്റ്റാ, ഇത് റൂട്ട് ഗ്രാഫ്റ്റാ. ഇതെന്താ അതെ ഈ റൂട്ടിൽ ഇത് റൂട്ട് ഗ്രാഫ്റ്റാ. അങ്ങനെ വേര് കഷ്ണങ്ങൾ, ഇതിൻ്റെ വേര് ഞാൻ പറഞ്ഞില്ലേ, വേരും തണ്ടും എന്താ പറയുക റീയൂസ് ചെയ്തിട്ടുണ്ട്. ഇതും വേരുമ പിടിപ്പിച്ചതാണ്, ഇത് വേരുമ പിടിപ്പിച്ചതാണ്. അങ്ങനെ ഇത് ഈ ചെടി ഉണ്ടല്ലോ, ഈ ബോൺസായി എന്ന് വെച്ചാൽ ഒരു ഗാർഡനിൽ ഞങ്ങളിത് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വിസിറ്റിന് പോയപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനൊക്കെ പോയപ്പോൾ അവിടെ വെട്ടി കളഞ്ഞതാണ്. അപ്പോൾ ഇത്ര പോകുന്നൊരു കഷ്ണം മരമായിരുന്നു. ദേ ഇത്രയുള്ളോ ഈ മരം. ആ മരത്തിൻ്റെ കഷ്ണം അതുപോലെ ഇത് ഒക്കെ അവർ കത്തിക്കേട്ടതാ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അങ്ങനെ നേഴ്സിനെ കുറിച്ചൊക്കെ ചിന്തയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നീ ഇത് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് പറഞ്ഞേ, ഇപ്പം നിങ്ങൾ ഇത്ര വലിയ വീടൊക്കെ വന്നിട്ട് നിങ്ങളതിൽ മരമല്ല കത്തിക്കണേ, വിറകല്ല കത്തിക്കണേ ഞങ്ങളുടെ അയൽപക്കത്തുള്ളവരെ. അപ്പോൾ കത്തിക്കട്ടേക്കാന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് കുഴിച്ചിട്ട് സെറ്റാക്കാൻ. പിന്നെ ഞാൻ തന്നെ ഈ ടബുകളിൽ കുഴിച്ചിട്ടപ്പോൾ പൊടിച്ച് വന്നിട്ട് അവർ ഷേപ്പായതാണ്. ഇത് പക്ഷെ ചത്തു. ഇത് കണ്ട ആ മരക്കഷ്ണം പോയില്ലേ. അത് അത്രയും പ്രായമായിട്ട് അവർ കളഞ്ഞതാണ്. ഇതൊക്കെ ഇപ്പൊ പോവും. അപ്പൊ അതുമെന്ന് വന്ന ഇലകളാണ് ഇതൊക്കെയും. ഇത് ഒറിജിനൽ നിന്ന ഭാഗം പോയി. ഇതാണ് അങ്ങനെയാണ് ഇത് സേവ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അത് കുഴിച്ചിട്ടിട്ട് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ ഇതുമെന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വേറെ ചെടിയാക്കാം. അപ്പോൾ ആ റൂട്ടിനെ ആ ഇത്ര പോകുന്ന കഷ്ണത്തുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇത്രയും പോകുന്ന ഒരു ചെടീനെ കിട്ടി. അങ്ങനെ സേവ് ചെയ്തതാണ് ഇതൊക്കെ. നീ കാണുന്ന ആ പുതിയ വെറൈറ്റികൾ. അവര് ഇവിടെയാണ്, അവര് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. ആ ഇതൊരു പുതിയ ഐറ്റാണ്, പിങ്ക് പാച്ച്. ഈ കൊല്ലത്തേക്ക് വന്ന സാധനമാണ് ഇത്. സ്പെക്ട്രം ഇത് അത് മുമ്പുണ്ട്. മഷൂറി എന്ന് പറഞ്ഞൊരു മഷൂറി എന്ന് പറഞ്ഞത്. ഇതൊക്കെ കുറച്ച് മുമ്പുള്ള വെറൈറ്റികളാണ്. അത് പ്രത്യേക ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാത്തതാ. ഇതും അതെ, ഇത് സൺസ്റ്റോൺ റെഡ്. സൺസ്റ്റോൺ റെഡ് എന്നല്ലേ ഇത്. സൺസ്റ്റോൺ വൈറ്റ് ഉണ്ട്. സൺസ്റ്റോൺ വൈറ്റ് ആണിത്. ഇത് മാജിക് ഐസ്ക്രീം. ഇത് അർജുന. ഇത് യെല്ലോ ഫാൻറ്റസി. തീർച്ചയായിട്ടും വിളിക്കാം. ഇവരൊക്കെ മുമ്പുള്ളത്. ഇതും ലേറ്റസ്റ്റ്. അവർ പൂവായി വരുന്നേ ഉള്ളൂ. ക്ലാര സാൻഡിയാഗോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത് പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് ഇനീഷ്യേറ്റർ എന്ന് പറയാം. പിന്നത്തെ പുതിയവർ ഇവരാണ്. ഇത് ഇതാണ് സ്കൈലൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഇത് ഏതാ പേരാണ് ഞാൻ മറന്നു. ഫെയർ ലേഡി. ഇത് പിങ്ക് പാച്ച്. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ഒരു താരം, മഹാറാണി. അതിൻ്റെ കളറും ഭംഗിയാട്ടോ. കാരണം ഈ ഓറഞ്ച് അല്ല, ഒരു പെറ്റൽമേ വെള്ളയ്ക്ക് ഓറഞ്ച് അരികു വരുന്നതാണ് അതിൻ്റെ ഫ്ലവറിങ് ഡിസൈൻ. ഇതും അതുപോലെ ഒരു ആളാണ്, അധർണ. ഇതില്ലേ അധർണ. ഈ അധർണയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോയും ഉണ്ട്. അപ്പോൾ ചിലപ്പം ഒരു ഭാഗം യെല്ലോ കണ്ട, ഈ ബ്രാഞ്ച് ഫുള്ള് യെല്ലോയാ. ബാക്കിയുള്ളതൊക്കെ മാറണില്ല. അതാ ഞാൻ നോക്കിക്കൊണ്ടിരുന്നേ. അവിടെ കുറച്ച് വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും കംപ്ലീറ്റ് മാറിയില്ല. ഇതൊക്കെ ഉണ്ടോ, അത് വന്നിട്ടേ ഉള്ളൂ. അതും ഫുള്ള് വിരിഞ്ഞു. ഇത് വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. മാറുമ്പോൾ അതെ.
ഇതാ കണ്ടാ ഇതിൽ ഒരെതളിൽ വന്നിട്ടുണ്ട്, മറ്റേതിലായിട്ടില്ല. ഇത് ചിത്ര ഗോൾഡ്. അതൊക്കെ ഇപ്പോൾ ഉള്ള ആ ഇതുപോലത്തെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ സൂഫിയ, അതുപോലെ ഗോൾഡൻ സൺഷൈൻ, പിന്നെ ബീഗം, സൈറ, അവർക്കൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഒരു വെറൈറ്റിയുടെ പല കളറുകളാണ്. റെക്ടാംഗിളും പീച്ച്, പിങ്ക്, ഇതൊക്കെ അങ്ങനെയാണ്. ഇതൊക്കെ ഏതാ? ഇത് വൈറ്റ്. ഇനി ഒരു പർപ്പിൾ ഉണ്ട്, പർപ്പിൾ ഇവിടെ ഇല്ല, അപ്പോൾ അവിടെയാണ്. ഇതൊക്കെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ല. അല്ല, ചെറിയ ചെടികളായിരുന്നു. ഫ്രണ്ടില് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഫ്രണ്ട് സൂപ്പറാ ശരിക്കും. മുൻവശത്താണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങി. പ്ലാൻ ചെയ്ത് വന്നതല്ല. ഇവിടുന്ന് ഒരു 5-6 ബോഗൺവില്ല അന്ന് മണ്ണുത്തിയിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ കണ്ടപ്പോൾ ഇവിടെ നല്ല രസമുണ്ട്. അന്നത്തേക്കാളൊരു എന്താ പറയുക 10 ഇരട്ടി ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം അതുകൊണ്ട് വീഡിയോ എടുത്ത് ഇവർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ചേച്ചി പറയണേ പണിയെടുക്കാൻ വേണ്ടിയിട്ട് മോശം ഡ്രസ്സ് ചേച്ചിനെ കാണിക്കണ്ടാണ്. ഇതും അതുപോലെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിമാൻഡ് വാട്ടർ മെലൺ കിസ്. അപ്പുറത്തുള്ളത് സക്കൂറ ബെല്ലാക്കാൻ. പേരൊക്കെ പഠിച്ചു വെക്കാൻ. ഞാൻ ഒരു കൊല്ലത്തിന് മുകളിൽ എടുത്തിട്ട് കാണാപ്പാടം പഠിച്ചത്. ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ. കഴിഞ്ഞ കൊല്ലം വീഡിയോ എടുക്കുമ്പോൾ ചേച്ചിക്ക് അത്രയ്ക്ക് ഇതിന്റെ പേരുകൾ അറിയില്ലായിരുന്നു. ഞാൻ പൂവിന്റെ ഭംഗി നോക്കിയിട്ടാണ് അന്നൊക്കെ ഞാൻ കളക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ പേര് നോക്കിയിട്ടായി. ഇത് അതുപോലെ വൈറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലൗഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റി. അത് ശരിയല്ലേ? പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊക്കെ ഒരുപോലെ വെള്ളയല്ലേ തോന്നും. പക്ഷെ ഇതിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് എല്ലാത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ലീഫിലും എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ട്. സാർ പീച്ച്, ഇതിൽ റെഡ് ഉണ്ട്, മജന്റ ഉണ്ട്, സോഫ്റ്റ് പിങ്ക് ഉണ്ട്, 3-4 കളറുണ്ട്. ഇനിയിപ്പോൾ വൈറ്റും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കളക്ട് ചെയ്തിട്ടില്ല. അത് വീരയുടെ 3 കളറുകളാണത്. ഇത് 1200. വലുതിന് ചെറുതില് എല്ലാത്തിലും ആയിട്ടില്ല. ഇതതുപോലെ നേരത്തെ കണ്ടില്ലേ ബോഗൺവില്ല എല്ലാം തോന്നുന്നു. അതിന്റെ റെഡാണ്, അതിന്റെ തന്നെ റെഡാണത്. ഇത് നേരത്തെ കാണിച്ച ബ്രസയുടെ റെഡ്. ബ്രസയ്ക്ക് 4-5 ഷെയ്ഡ് ഉണ്ട്. നമ്മുടെ നിങ്ങളൊരു ബോഗൺവില്ല ലവർ ആണെങ്കിൽ വെറൈറ്റികൾ ബോഗൺവില്ലയുടെ മാത്രം വെറൈറ്റികൾ വീട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. 350 വെറൈറ്റി ഉണ്ട് ഇവിടെ. അയ്യോ, ഇവിടെ ഡോർ അടച്ചേക്കാൾ ഏതി കൂടെ കിടക്കാം. അതിൽ കൂടെ കിടക്കാം, കുഴപ്പമില്ല. ഇത് എന്തായാലും ഇങ്ങോട്ട് സത്യത്തിൽ ഇത് ഇങ്ങോട്ട് മാറ്റാണ്ടായ കാരണം ആളുകൾ വരുന്നവർക്ക് ഇതിൻ്റെ വിലയോ അല്ലെങ്കിൽ കാര്യമില്ല. മെല്ലെ വന്ന് കിള്ളിയിട്ട് കാര്യമില്ല, അത് ഉണ്ടാവില്ല എന്നുള്ളത് അവരറിയണില്ല. പക്ഷെ കിള്ളി കൊണ്ടുപോയ ആ ചെടി എനിക്കും ഉണ്ടാവില്ല, അവർക്കും ഉണ്ടാവില്ല. അപ്പം അതിനൊക്കെ ഭേദം അവരെ സൂക്ഷിക്കുകയല്ലേ. എന്നുവെച്ചാൽ അത് പിടിപ്പിച്ച് കിട്ടുന്നുണ്ടെങ്കിലല്ലേ നമുക്കത് കാര്യമുള്ളൂ. പിടിപ്പിച്ച് കിട്ടുകയില്ല, എൻ്റെ സാധനം നാശാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ പിറകിലേക്ക് മാറ്റി. പെട്രോൾ പമ്പ് കാണുന്നുണ്ട അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇട്ടത്. ഇത് ഓൺലൈനിലും കൊടുക്കൂല്ലേ? ഓൺലൈൻ കഴിഞ്ഞ കൊല്ലം അവസാനം തൊട്ട് തുടങ്ങി. അപ്പൊ ഇവിടെ അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ തരാട്ടാ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ഓർഡർ ചെയ്തോളൂ. വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വന്ന് വാങ്ങിക്കാം. വലിയ ചെടികൾ നമ്മൾ അങ്ങനെ കൊടുക്കുന്നു പാർസൽ ചെയ്യാൻ. ചില അത് നാശാവും. അതെ, അവർക്കും നമുക്കും അതൊരു വിഷമം. അതിൽ പൂ കൊഴിയൊക്കെ ചെയ്യുമ്പോൾ അവർക്കതൊരു വിഷമം. കൊടുത്തിട്ട് ശരിയായില്ല എന്ന് കണ്ടാൽ നമുക്കൊരു വിഷമം. ഇത് നമ്മൾ ഇതാവുമ്പോൾ എന്താ പറയുക, ചെറിയ ചെടികൾ 2 കാറ്റഗറിയും കൊടുക്കുന്നു. 5 ഇഞ്ചിലെയും 7 ഇഞ്ച്. ഇത് നമ്മൾ ഈ കൊല്ലത്തൊരു സെൽഫി പോയിൻ്റാണ് അല്ലേ. കഴിഞ്ഞ വർഷം ആളുകൾ വന്നിട്ടേ സെൽഫിയും എടുക്കലും റീൽസ് എടുക്കലും തന്നെയായിരുന്നു. അപ്പോൾ സെൽഫി അവിടെയൊക്കെ സ്റ്റക്കാണ്. സെൽഫി റീൽസ് എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പുകൾ ഒടിയുന്നുണ്ട്, അത് ചെടി നാശാവുന്നുണ്ട്. അപ്പോൾ അത് അവരറിയണില്ല.
നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ നിന്ന് കളിച്ചോട്ടെ, കുഴപ്പമില്ല, നമുക്കാവുമ്പോൾ. അതെ അതെ, ഇത് പൂക്കൾ ശരിയായി വരടേ ഉള്ളൂ, കുറച്ചുകൂടെ പണിയുണ്ട്. അതിമനോഹരമാണ്. അവിടെ ഒന്ന് ഇരുന്നോ, പോസ് ചെയ്തിരുന്നോ? അതെ, അല്ല ശരിക്ക് ഈവനിങ്ങിൽ ഇങ്ങനെ ഒരു ഫോക്കസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സൺസെറ്റാ. അപ്പോൾ ശരിക്കും ഗോൾഡൻ അവറിൽ ഇവിടെ നിന്ന് ഫോട്ടോഗ്രാഫി ചെയ്താൽ ഭയങ്കര രസമായിട്ട്. ഇത് വെച്ച ചെടികളൊന്നും കൂടി ഉഷാറാവണം, ഒന്ന് പിടിച്ചു വരണം. ഞങ്ങളിപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കാണാൻ. ഈ ഭാഗവും അതുപോലെ തന്നെ ഇതേപോലത്തെ വലിയ ചെടികൾ വെച്ചിട്ടേ ഇവിടെയും നമ്മളൊന്ന് സെറ്റാക്കണം. കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഫോക്കസിൽ ജ്യൂസ് മിനിമം സെർവ് ചെയ്യാന്ന് കരുതുന്നു. അത് വിചാരിച്ചിട്ടുണ്ട്. അതെ, അത് തോന്നുകയല്ല, എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണ ഒരു കാര്യമാണ്. മിനിമം ഒരു ജ്യൂസെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ, ഒരു ജ്യൂസെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് എല്ലാവരും. അതെ, ആ ശരി. നമ്മളന്ന് വാങ്ങിച്ച പോലെ തന്നെ മതിയായിരുന്നു, നന്നായി പൂവുണ്ടാകുമ്പോൾ. ഞങ്ങളുടെ കോഴിക്കൂടുമലൊക്കെ പടർന്നോ. ഞാനേ വെള്ളം തയ്ച്ചിട്ടേ ഇവർ പറഞ്ഞത് ശരി, അവിടെ ഒരു കോഫി ഷോപ്പ് അല്ല ഒരു ജ്യൂസ് ഷോപ്പ് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കാറിൽ വെള്ളം ഉണ്ട്, കുടിക്കാൻ വരായിരുന്നു. അപ്പോഴാണ് ഇവരെ വണ്ടി കണ്ട കോമറ്റ്. ഈ വണ്ടി ഇറങ്ങിയ കാലം തൊട്ട്, റോട്ടിൽ കണ്ട കാലം തൊട്ട് ഞാൻ ചേട്ടനോട് പറയണ ഒരു ആഗ്രഹമാണ് ഇതിലൊരു ടെസ്റ്റ് ഡ്രൈവ്. ഇത് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, എനിക്ക് എന്താണോ ഈ വണ്ടി കാണുമ്പോൾ നമ്മുടെ ചാർലിയുടെ പോലെയാണ്. ഇതിനെ പിടിച്ചിങ്ങനെ ഒന്ന് കൊഞ്ചിക്കാനോ ഓമനിക്കാനൊക്കെ തോന്നണം, അങ്ങനത്തെ ഒരു ക്യൂട്ട്നെസ് ഭയങ്കരമായിട്ട്. അപ്പോൾ എപ്പോൾ ഞാൻ റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഫോൺ കാണുമ്പോൾ ഞാൻ പറയും. അപ്പോൾ ചേട്ടൻ പറയാം അതിനെ കൊണ്ടുപോയിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാന്ന്. അപ്പോൾ ഇവരുടെ വണ്ടി ഇത് കഴിഞ്ഞ പോലെ ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു കൊല്ലം കഴിഞ്ഞു വണ്ടി വാങ്ങിച്ചിട്ട്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം വരുമ്പോണ്ടോ? ഒരു കൊല്ലല്ലായിട്ടുള്ളൂ. അതെ അതെ, ഉണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ഇയർ ഇൻഷുറൻസ് ഇട്ടു. ഇവിടെ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല, അന്ന് സെൽറ്റോസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇത് കുഞ്ഞൻ വണ്ടിയാന്നുള്ളത്. ഒന്ന് കയറി നോക്ക്, കയറി നോക്ക്. അതെ, നല്ല സൗകര്യമാണ്. 5 പേർക്ക് പോവാം, ബാക്കിൽ 3 പേർക്കും വേണമെങ്കിൽ പോവാം. 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല. പിന്നെ അത് ലോഡിംഗ് വണ്ടി മാതിരി ബാക്ക് സീറ്റ് അങ്ങോട്ട് കമത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഗേജും കൊണ്ടുപോകാം. നിനക്ക് അറിയില്ലോ ശരിക്കും. ഇത് 8,50,000 രൂപ. അന്ന് ടാക്സ് ഫ്രീ ആയിരുന്നു, റോഡ് ടാക്സ് ഫ്രീ ആയിരുന്നു. ഒരു മാസം 500 രൂപ വരും അല്ലേ? അത്രഞ്ഞേ വരുന്നുള്ളൂ. ആ, ഒരു മാസത്തെ ബില്ല് വരുന്നത് ഒരു 500 രൂപയുടെ അടുത്ത് വരുന്നുള്ളൂ. സോളാറിലുകൊണ്ടാണ് കേട്ടോ, സോളാർ നമ്മൾ വീട്ടിലുള്ളത് കൊണ്ടാണ് ഇത് വരുന്നത്. വളരെ കംഫർട്ടബിളാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് ട്രാഫിക്കിലും നമുക്ക് ശല്യമില്ല. ഇനിയിപ്പോൾ ഹെവി അല്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്യോ? ആ ഓക്കെ. അപ്പോൾ ഏത് ട്രാഫിക്കിലും നമുക്ക് വണ്ടി പോവാം. ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക്. ഇനി പാർക്കിങ്ങിന് ഒരു ഓട്ടോറിക്ഷ സ്പേസേ വേണ്ടു. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ടൗണിലൊക്കെ പോകുമ്പോൾ ഈ ചെറിയ ചെറിയ യാത്രകളൊക്കെ നമുക്കിതാ നല്ലത്. ഏത് ചെറിയൊരു ഗ്യാപ്പാണ്, ബസ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പിന്നെ ഈ ഗ്യാപ്പോടെ എടുത്ത് പോകാം നമുക്ക് വണ്ടി. പിന്നെ നല്ല ഒടിവുള്ള വണ്ടിയാണ്, നല്ല ഇതുള്ള വണ്ടിയാണ്. അപ്പോൾ ഏതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സിംഗിൾ ഒറ്റ കൈ കൊണ്ട് ഓടിച്ച് പോകാം. ഒറ്റ കൈ കൊണ്ട് ഓടിച്ച് പോകാം. അത് രസമുള്ള ഒരു പരിപാടിയാണ്.
എത്ര സമയം വേണം ഫുൾ ചാർജ് ആവാൻ? ഫുൾ ചാർജ് ആവാൻ അതിപ്പോൾ സമയം നോക്കിയിട്ടില്ല. എന്താ കാരണം നമ്മളൊരു 7 മണി രാത്രി ചാർജ് ഇവിടെ നിന്നാണ് പോകുമ്പോൾ 8 മണിയാകുമ്പോൾ ചാർജിലിടും. കാലത്ത് ഒരു 6 മണിയാകുമ്പോൾ ഞാനത് ഓഫാക്കി ഇടും. അപ്പോൾ അതിന് മുമ്പേ ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ വേണ്ടി വരും എന്നാണ്. ഇത് ഫാസ്റ്റ് ചാർജിങ് ഉള്ളതല്ല, ഇത് ഇറങ്ങിയ മോഡലാണ്. ഇപ്പം എന്താ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് എത്ര മണിക്കൂറെന്ന് എനിക്കറിയില്ല. എനിക്കൊരു 6 മണിക്കൂറിൻ്റെ അടുത്ത് 7 മണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും വേണ്ടി വരും. കുഞ്ഞൻ വണ്ടി നല്ല രസം പോണ് കാണാൻ. ഇതിലേറ്റവും എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോളാർ ഉള്ളത് കൊണ്ട് 500 രൂപയുടെ ബില്ല് വരുന്നുള്ളൂ. നമ്മളൊരു മാസം പെട്രോൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു 1000 രൂപ തൊട്ട് ഓടാൻ പറ്റുന്നത് 2 ദിവസമാണ് മാക്സിമം. അപ്പോ ഒരു മാസം 15,000 രൂപയുടെ പെട്രോൾ വ്യത്യാസം വന്നു. അതെ, സോളാർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇവിടെ എന്തോരം ദൂരമുണ്ട് വീട്ടിലേക്ക്? ഇവിടുന്ന് അമലേര അവിടേക്ക് 9 കിലോമീറ്റർ. അമലേര അവിടെ അല്ല, കൂനമുച്ചിയിലാണ്. കൂനമുച്ചിയിൽ തറവാട്. ഞാൻ വീട് വെച്ച് താമസിക്കുന്നത് അമല ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. ചെടി കുറെ വട്ടായി ഞാൻ പറയുന്നു മതി ചെടി എടുക്കട്ടെ. നീ ക്യാമറ ആണ് എനിക്ക് തന്നെ. എത്ര സമയം ചേട്ടനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്നെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ കണ്ടു? എവിടേക്ക് പോണ്ടേ എടുക്കാനായിട്ട്? ഏത് വശത്ത് പോണ്ടേ? ആവശ്യത്തിൽ പോണ്ടേ? വാ. ശരിയേട്ടാ, കോട്ടയം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് അല്ലേ? ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ മമ്മൂട്ടി പറയില്ലേ മാനദണ്ഡം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയില്ലേ, ഏത് മായാവിയില് അതുപോലെ പറഞ്ഞാണ്. വായല് വന്ന വാക്ക് പറഞ്ഞാണ്. നല്ല കാറ്റുണ്ട് ഇപ്പോ. അപ്പൊ അതിൽ കൂടെ ഈ കൊടയിൽ നിൽക്കുന്ന തണലാണല്ലോ. ഈ കൊടയെടുത്തിട്ടില്ല തൊപ്പി. നമുക്ക് ഏത് കളറാണ് വേണ്ടേ? സരിതിക്ക് അറിയില്ലോ. അപ്പോൾ റീപോട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോട്ടിലേക്കുള്ള പോട്ടി മിക്സ് റെഡിയാക്കി വെക്കുക. 2 ഡേയ്സ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾക്കിപ്പോൾ ഇവിടെ ഒരു വർഷമൊക്കെ കൂട്ടിയിടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ടല്ലേ ചെയ്യും. മണ്ണ്, മുയൽ കാഷ്ടം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം, കോഴിക്കാഷ്ടം, ഇതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ഈ 5 സാധനങ്ങൾ. അതിൽ എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ചെറിയ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, അത് കൂടണ്ട. കോഴിക്കാഷ്ടം അതിൻ്റെ ഇരട്ടി. പിന്നെ ബാക്കിയുള്ളത് മണ്ണ്. അതിൻ്റെ കൂടെ നമ്മൾ മണലാണ് ഏറ്റവും നല്ലത്. മണൽ കിട്ടിയില്ലെങ്കിൽ ഉമ്മി, നമ്മളിവിടെ ഉമ്മിയാണ് ചേർക്കണേ. മണൽ നമുക്ക് പ്രാക്ടിക്കലല്ല. ചകിരിച്ചോറായാലോ? ചകിരിച്ചോറിന് 2 ഇഫക്റ്റ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി വാട്ടർ എബ്സോർപ്ഷനാണ്. അപ്പോൾ വാട്ടർ എബ്സോർബ് ചെയ്യുന്നത് വേനൽക്കാലത്ത് നല്ലതാണ്, നമുക്ക് കുറച്ച് വെള്ളം മതി. പക്ഷെ വർഷക്കാലത്ത് അത് എബ്സോർബ് ചെയ്യും. അപ്പോൾ ആ എബ്സോർബ് ചെയ്യുന്നത് ഇതിൻ്റെ റൂട്ടിനെ ബാധിക്കും. അത് ചീച്ചൽ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് നല്ല ഡ്രെയിനാണ്. വെള്ളം ഒഴിച്ചതിൽ നിൽക്കാതെ താഴെ പൊക്കോളും. മണൽ അല്ലെങ്കിൽ ഉമ്മി രണ്ടിനും അതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അത് മിക്സ് ചെയ്തിട്ട് 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഈ കോഴിക്കാഷ്ടത്തിനും എല്ലുപൊടിക്കും നല്ല ചൂടാണ്. നമ്മളൊരു റൂട്ട് അപ്രൂട്ട് ചെയ്തിട്ട് അതിൽ വെക്കുമ്പോൾ ആ റൂട്ടിന് ഈ ചൂട് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറഞ്ഞത്. ആ 2 ദിവസം ഇതിന് വെള്ളം കൊടുക്കാതെ വെക്കുക. അപ്പോൾ ഈ മണ്ണും അതിൻ്റെ വേരും കൂടെ കട്ടയാവും. എന്നിട്ട് നമ്മൾ ആ ചെടി നമ്മുടെ വിരലിനുള്ളിൽ വെച്ചിട്ട് ഇത് തിരിച്ച് കമഴ്ത്തിയാൽ മതി. ഈ ചട്ടി തിരിച്ച് കമഴ്ത്തുക. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് കട്ടമായിട്ട് ഇങ്ങോട്ട് പുറത്ത് വരും. എന്നിട്ട് അതിൻ്റെ മേൽമണ്ണും താഴെയുള്ള അടിമണ്ണും ചെത്തി കളയണം. എന്നിട്ട് ആ പോട്ടിലേക്ക് ഈ മിക്സ് ഇട്ടിട്ട് വെക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. നമ്മൾ പറിച്ചെടുക്കരുത്. പറിച്ചെടുത്ത് അതിൻ്റെ വേരെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറിച്ചിട്ട് ഈ നഴ്സറിയിൽ നിന്നുള്ള മണ്ണുണ്ടല്ലോ അതെല്ലാം കളഞ്ഞിട്ട് ഈ വേരിനൊന്ന് ഇളക്കിയിട്ട് വെക്കണം എന്നൊക്കെ ചിലർ പറയണേക്കാം. അല്ല, അതെങ്ങനെയാണെന്നറിയോ? ഈ പുറമെന്ന് വരുന്ന ചെടികൾ, പ്രത്യേകിച്ച് കൽക്കട്ട എന്നൊക്കെ വരുന്ന ചെടികളിൽ അവരുടെ മണ്ണ് കളിമണ്ണ് പോലത്തെയാണ്. അതാണ് അത് പറയുന്നത്. ചേട്ടാ, ചില ചെടികൾ കണ്ടിട്ടില്ല അങ്ങനെ തന്നെ നിൽക്കും, കളിമണ്ണ് പോലത്തെയാണ്. അപ്പോൾ ആ കളിമണ്ണ് പോലത്തെ അവർക്ക് അത് കുഴപ്പമില്ല, അവരുടെ അവിടെ കുഴപ്പമില്ല. നമ്മളുടെ ഇവിടെ വരുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്, നമ്മൾക്ക് മഴ കൂടുതലല്ലേ. അപ്പോൾ അതിൽ ഈ ചളിപ്പിടുത്തമുള്ള മണ്ണിൽ വേര് നിൽക്കുമ്പോൾ അത് ചീച്ചൽ വരും, അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ആ മണ്ണ് കളഞ്ഞിട്ട് നമ്മളുടെ കേരളത്തിലെ നഴ്സറികളിൽ പറഞ്ഞത്, അതായത് കേരളത്തിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണ്
നമ്മുടെ മണ്ണാണ്. നമ്മുടെ മണ്ണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാ. മറ്റുള്ളത് അവരുടെ കാലാവസ്ഥയിൽ കുഴപ്പമില്ല, നമ്മുടെ കാലാവസ്ഥയിലേക്ക് അതത്ര സ്യൂട്ടബിൾ ആവില്ല. അതാണ് ആ മണ്ണ് മാറ്റാൻ പറയണതിൻ്റെ കാര്യം. ഇതിനൊക്കെ നമ്മുടെ മണ്ണാണ്, കേരളത്തിൻ്റെ മണ്ണാണ്. അത് കാരണം കൊണ്ട് മണ്ണ് കംപ്ലീറ്റ് മാറ്റണ്ട, മേൽമണ്ണും താഴെയുള്ളത്. മേൽമണ്ണ് മാറ്റണ്ടേ നമ്മൾ വളം ചെയ്യുമ്പോൾ അതിൻ്റെ പി എച്ച് വാല്യൂ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അതായത് മണ്ണിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം മേൽമണ്ണ് പോകണം. താഴത്തെ മണ്ണ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയുള്ള വേരുകളിലേ വെള്ളത്തിൻ്റെ അംശം, താഴേക്കല്ലേ വെള്ളം പോണേ, അതെങ്ങനെ കെട്ടി നിന്നിട്ട് വേരിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ നമ്മൾ ഇനി വെക്കുമ്പോൾ ആ കേടുപാടോട് കൂടിയിട്ട് അത് കൂടരുതല്ലോ. അപ്പോൾ താഴത്തെ വേരുകളും ആ മണ്ണും കൂടെ ചെത്തി കളയുമ്പോൾ നടുവിലത്തെ നല്ല റൂട്ട്സ് മാത്രമായിട്ട് കിട്ടും. അതാണ് ആ പറഞ്ഞതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള കാരണം. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെടി നാശാവുന്നല്ല. ചെടി ചിലപ്പോൾ ഉണ്ടായെന്ന് വരും, പക്ഷെ ഇതാണ് അതിൻ്റെ സയന്റിഫിക് റീസൺ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് വേറെ ഇതുകളൊന്നുമില്ല. പിന്നെ ചെടി എടുക്കട്ടെ. മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താ മനോരമയിൽ വന്നത് ഡിസംബറിൽ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആയിട്ട് പ്രചോദ എന്ന് പറഞ്ഞ ബാക്ക് പേജിൽ അത്. പിന്നെ ഇപ്രാവശ്യത്തെ കർഷക ശ്രീയിൽ വന്നേക്കണു കണ്ടാ, മനോരമയുടെ തന്നെയാണല്ലോ അല്ലേ കർഷക ശ്രീ അല്ലേ. അപ്പോൾ കണ്ടു മതിയാവില്ല കടലാസ് പൂന്ന് പറഞ്ഞത് ഇവർ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടാ ഇപ്രാവശ്യത്തെ ഇതിൽ ഓൺലൈനിൽ വിട്ടിട്ടുണ്ട് കർഷക ശ്രീ. അത് ഇന്നലെ ഒത്തിരി ഇന്നലെ തോന്നുന്നു ഒരു ഓൺലൈനിൽ റിലീസ് ചെയ്യുന്നത്. കർഷക ശ്രീയുടെ ഇപ്രാവശ്യം തന്നെ ബോഗൺവില്ലയുടെ പൂന്തോട്ടം എന്ന് പറഞ്ഞ സീരീസാണ് അതിലപ്പോൾ